ഒന്നോട്ടില്ലേ ഇതൊക്കെ തീർന്നു പന്ത്രണ്ട് ഇതങ്ങനത്തെ അങ്ങനെ ഒക്കെ വന്നുണ്ട്. അപ്പോൾ അവിടെ സേവനത്തിന് വന്നവരും മാറിയിട്ട് ഞങ്ങളെ പ്രതിഷേധം കൊടുക്കുമ്പോൾ അതിനാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. അവരെ ബുദ്ധിമുട്ടുണ്ട്. 23-ൽ പേര് മാറ്റം, 23-ൽ പേര് മാറ്റം, ജിപേ വഴി കൈക്കൂലി, ഡിജിറ്റൽ ചെയ്ത കൈക്കൂലി, സബ് RTO ഓഫീസിലെ തുടർച്ചയായ ക്രമക്കേടുകൾക്കും വ്യാജ ലൈസൻസ് നിർമ്മാണത്തിനുമെതിരെ മുസ്ലിം യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം കമ്മിറ്റി ഉപരോധ സമരം നടത്തി. സബ് RTO ഓഫീസിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുരങ്ങാടി സബ് RTO ഓഫീസ് ഉപരോധിച്ചു. തിരുരങ്ങാടി സബ് RTO ഓഫീസിൽ നിന്നും നിരന്തരം ഉയരുന്ന ക്രമക്കേടുകളും വ്യാജ ലൈസൻസ് നിർമ്മാണവും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. സബ് RTO ഓഫീസിലെ വാതിലിന് മുന്നിൽ സമരക്കാരെ പോലീസ് തടഞ്ഞു. 2019 മരണപ്പെട്ട വേങ്ങര കണ്ണമംഗലം സ്വദേശി തന്റെ വാഹനത്തിന്റെ RC മാറ്റുന്നതിനായി 2021 തിരുരങ്ങാടി സബ് RTO ഓഫീസിൽ നേരിട്ടെത്തി ഫയലിൽ ഒപ്പുവെച്ചെന്നും ഒരു ടെസ്റ്റുമില്ലാതെ 50-ലേറെ ലൈസൻസുകൾ ഇഷ്ടക്കാർക്കായി നിർമ്മിച്ചു നൽകിയെന്നും ഡിജിറ്റൽ മാർഗങ്ങൾ വഴി കൈക്കൂലി സ്വീകരിച്ചെന്നുമെല്ലാം കഴിഞ്ഞ ദിവസം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉസ്മാൻ കാച്ചുടി അധ്യക്ഷനായി. ശേഷം ജോയിന്റ് RTO സുഗതനുമായും തിരുരങ്ങാടി SI മുഹമ്മദ് ഷിയാസുമായും നടത്തിയ ചർച്ചയിൽ 2 ദിവസത്തിനകം വിജിലൻസ് കേസെടുത്തില്ലെങ്കിൽ തിരുരങ്ങാടി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന ഉറപ്പിന്മേലും സമരം അവസാനിപ്പിച്ചു. 3 കാര്യങ്ങൾ ഉന്നയിച്ചാണ് പ്രധാനമായി ഇന്ന് ഉപരോധ സമരം നടത്തിയത്. RTO ഓഫീസറുടെ വിശദീകരണം ഒരിക്കലും ഞങ്ങൾക്ക് തൃപ്തികരമല്ല. RTO ഓഫീസർ ഇപ്പോഴും ഉരുണ്ട് കളിക്കുന്ന ഒരു മറുപടിയാണ് തന്നത്. എന്നാൽ തിരുരങ്ങാടി SI നൽകിയ വിശദീകരണം വളരെ തൃപ്തികരമാണ്. 2 ദിവസത്തിനകം വിജിലൻസ് ഈ വിഷയത്തിൽ കേസെടുത്ത് വിജിലൻസ് കേസെടുത്തിട്ടില്ലെങ്കിൽ തിരുരങ്ങാടി പോലീസ് FIR രജിസ്റ്റർ ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ 2019 മരണപ്പെട്ട ആൾ 2021 വന്ന് ഈ ഓഫീസിൽ ഹാജരാകുകയും ഇവിടെ നിന്ന് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാജ ലൈസൻസിൻ്റെ നിർമ്മാണമായിരുന്നു. ആ വ്യാജ ലൈസൻസ് ഏകദേശം പ്രാഥമിക പരിശോധനയിൽ തന്നെ 50ഓളം ലൈസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 300-ലേറെ ലൈസൻസുകൾ ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കർണാടകയിൽ നിന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ, അത് ആ വ്യക്തി അവിടെ പോകുന്നു വേണ്ട, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ലൈസൻസ് കിട്ടിയാൽ ആ വ്യക്തിയുടെ ഒരു ലൈസൻസിൻ്റെ കോപ്പി ഇവിടെ ഹാജരാക്കിയാൽ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇവിടെ കൂടിയ കുറേ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ, ആ മാധ്യമ പ്രവർത്തകരുടെ പേരിലൊക്കെ ലൈസൻസ് ഇഷ്യൂ ചെയ്തു കൊടുക്കും. ഒറ്റ കോപ്പി മതി. ഒരു ലൈസൻസിൻ്റെ കോപ്പിയിൽ തന്നെ ഏകദേശം 10ഓളം ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഫോട്ടോ മാറ്റി കൊടുക്കും, അഡ്രസ്സ് മാറ്റി കൊടുക്കും, അവരെ എല്ലാവരും നമ്പർ വരെ, ലൈസൻസിൻ്റെ നമ്പർ വരെ മാറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഓഫീസിനെ സംബന്ധിച്ച് വ്യാജ RCയുമായി ബന്ധപ്പെട്ട് മുമ്പേ ആരോപണം നിലനിൽക്കുന്നതാണ്. അത് കൃത്യമായ അന്വേഷണം നടക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ഈ തരത്തിൽ വ്യാജ ലൈസൻസ് പണി വന്നത്. അതേപോലെ ഇവിടെ വ്യാജന്മാരുടെ, അതായത് ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങുന്ന ഒരു ഓഫീസായിരുന്നു. എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഓഫീസ് ഉപരോധത്തിൻ്റെ ശേഷം ഞങ്ങളുടെ ആവശ്യം പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നുള്ളതായിരുന്നു. വകുപ്പ് തല നടപടി ഇപ്പോൾ 3 പേർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 3 പേർക്ക് ഒരാൾ ഇതിനോടൊക്കെ ജോലിയിൽ തിരിച്ചു കയറി. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വിശദീകരണം കൊടുത്ത് മറ്റവരും തിരിച്ചു കയറും. അവർ കയറുന്നതിലല്ല, പക്ഷേ ഇതിൽ കുറ്റക്കാരായ ആളുകളുണ്ട്. വ്യാജ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന RC ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലൈസൻസ് ആണെങ്കിലും
വ്യാജ മീറ്ററാണെങ്കിലും വ്യാജ ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി നമ്മുടെ ഓഫീസിലുണ്ട്. ആ വ്യക്തിയെ ഇവിടെ നിന്നും നടപടി സ്വീകരിക്കൽ അനിവാര്യമാണ്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കേണ്ടതുണ്ട്. ഇതിന് നേതൃത്വം നൽകിയവരെ കൃത്യമായി നടപടിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരെങ്കിൽ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് അപ്രൂവൽ നൽകിയ സ്ഥിതിക്ക് ഉദ്യോഗസ്ഥരുണ്ട്. അതേപോലെ ഇതിന് ഏജൻസി വഹിക്കുന്നു. ഏകദേശം ഒരു ലൈസൻസ് ഇത്തരത്തിൽ ടെസ്റ്റോ അല്ലെങ്കിൽ ലേണിങ്ങോ അതേപോലെ ഡ്രൈവിംഗ് ടെസ്റ്റോ ഇല്ലാതെ കിട്ടാൻ 25,000 മുതൽ 30,000 രൂപ വരെയാണ് വാങ്ങുന്നത്. ആ 30,000 രൂപ വരെ വാങ്ങുന്ന അതിന് ഏജന്റ് പുറത്തുണ്ട്. അവരെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഇത് തിരൂരങ്ങാടി എപ്പോഴും ഒരു വ്യാജന്മാരുടെ കേന്ദ്രമാണ് എന്നുള്ള രൂപത്തിൽ വ്യാപക പ്രചരണങ്ങൾ നടത്തുന്നു. തിരൂരങ്ങാടിയിലെ ജനത എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ അതിന് വലിയ വിഷമമുണ്ട്. തിരൂരങ്ങാടി പോലീസിന് ജനുവരി 20 ഞങ്ങൾ ഈ വിഷയത്തിൽ തിരൂരങ്ങാടി നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പരാതി നൽകിയതാണ്. ആ പരാതി നൽകിയപ്പോൾ അവിടെ നിന്നും കൃത്യമായ കേസെടുക്കുമെന്നാണ് കരുതിയത്. എന്നാൽ ഇന്നിപ്പോൾ സാറ് കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്. 2 ദിവസത്തിനകം ഉറപ്പായും ഇതിൽ FIR രജിസ്റ്റർ ചെയ്ത് കൃത്യമായ അന്വേഷണം നടത്തും. അത് ഞങ്ങൾ തൃപ്തരാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ ആരെങ്കിലും മുൻവിധിയോടെ കാണുകയല്ല. എന്നാൽ കുറ്റക്കാരെ ഇനി അത് നടക്കാൻ പാടില്ല, കൃത്യമായ നടപടി വേണം എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അവർ നൽകിയ മറുപടി SI തന്ന മറുപടി തൃപ്തികരമായതിനാൽ ഈ ഉപരോധ സമരം ഇവിടെ അവസാനിക്കും. ഉപരോധ സമരത്തിന് മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായ ബാപ്പുട്ടി ചെമ്മാട്, PK സൽമാൻ, KK റഹീം, സലാഹുദ്ദീൻ തറാമ്പിൽ, VV യഹിയ, AB ഷഫീഖ്, ജുബൈർ തറാമ്പിൽ, കള്ളിയൻ കുഞ്ഞ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. അഴക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ്. മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി. 40 വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം. ദൂബ ജ്വല്ലറി, മെയിൻ റോഡ്, ചെമ്മാട്.